പ്രേഷിതവാഹിനി വന്നിര പുതിയതൂതുമാ യേശുവിൻ സാക്ഷികളായി തീരാ ഉണരു യുവതയെ നീ ഒന്നിച്ചൊന്ന ചേരാം സ്നേഹം പങ്കുവെക്കാം അറിവിൻ മധുരം പകരാൻ മുന്നേറാം മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളം ഉജ്ജ്വലിപ്പിക്കാൻ മിഷനെ അറിയാം മിഷണറിയാകാം മിഷനെ സ്നേഹിക്കാം മിഷണറിയാകാം മിഷനെ അറിയാം മിഷണറിയാകാം മിഷനെ സ്നേഹിക്കാം മിഷണറിയാകാം സമ്മതിക്കൂലെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ സമ്മതിക്കൂല. സീനു, നീ സമ്മതിക്കില്ലാന്ന് പറഞ്ഞ കാര്യം? ഇത് പറ്റും. ഇത് പാർട്ടിസിപ്പൻസിന് പറ്റില്ല. ഞാനാ പറഞ്ഞു ഈ പ്രോഗ്രാം സ്റ്റഡി ഞാൻ കാണിച്ചിട്ടുള്ളൂ. ഇത് പാർട്ടിസിപ്പൻ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. പറ്റില്ല എന്ന് ഞാൻ പറയുന്നു. ഞാൻ പറയണേ പറ്റുന്നു, ഓഡിയൻസും പറയുന്നു പറ്റില്ല എന്ന്. അല്ല, ഗെയിം സ്റ്റാർട്ട് ഞാൻ കാണിച്ചു തരാം. പാർട്ടിസിപ്പൻസ് വരട്ടെ, അവര് മണി പോലെ ആൻസർ പറഞ്ഞു. ഞാൻ കേൾപ്പിച്ചു തരാം. ആണോ? ആണ്. തുടങ്ങും, പറഞ്ഞോ. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറിയാകാൻ. സഭയുടെ പ്രേക്ഷിത അവബോധന പ്രവർത്തനങ്ങൾക്ക് സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ സംഭാവന. സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ മാധ്യമ വിഭാഗമായ സാന്തോ മീഡിയയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന ദി അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് മിഷൻ ക്വിസ് ഓൺ വീൽസ് സാന്തോ മിഷൻ ക്രിസ്ത്യൻമെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. സംഘകാലം മുതൽ ഏറെ പ്രസിദ്ധമായ ഗ്രാമമാണ് പേരാവൂർ. ഈ പഴമയ്ക്ക് ചരിത്രങ്ങൾ ഏറെയാണ്. തെക്കു കിഴക്ക് ഭാഗത്ത് വയനാടൻ മലനിരകളും വടക്കു ഭാഗത്ത് ആറളം ഫാമും അതിര് തീർക്കുന്ന തലശ്ശേരി വരെ പരന്ന് കിടക്കുന്ന ഫൊറോനയാണ് പേരാവൂർ ഫൊറോന. അതെ, MSTയുടെ പ്രേക്ഷിത വാഹിനി ഇന്ന് നിറയെ സമ്മാനങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് എത്തി നിൽക്കുന്നത് പേരാവൂർ സെന്റ് ജോസഫ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പിൽഗ്രിം ദേവാലയത്തിന്റെ തിരുമുറ്റത്താണ്. ഒത്തിരി വിശ്വാസികളും അതുപോലെ തന്നെ നമ്മുടെ പാർട്ടിസിപ്പൻസും വളരെ നേരമായിട്ട് കാത്തു നിൽക്കുകയാണ് നമ്മുടെ ക്വിസ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെയായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ അവശേഷിക്കുന്ന 2 പാർട്ടിസിപ്പൻസിനെ ഏറെ സ്നേഹത്തോടെ നല്ല കയ്യടിയോട് കൂടി തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഇവരെന്തായാലും ഈ ഗെയിമിൽ 2 പേരും ജയിക്കാനൊന്നും പോണൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, അവർ 2 പേരും ആൻസർ പറയും. ചോദ്യം കൊടുക്ക്, ഗെയിം എന്താന്ന് പറ, നമുക്ക് നോക്കാം. എനിക്ക് തന്നെ ഇത് അത്യാവശ്യം ടഫായിട്ടാ തോന്നിയേ. നിങ്ങൾക്കും ടഫ് തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിചാരം. ഇത്രയേ ഉള്ളൂ. ഇത്രയും പഠിച്ച് വന്നേക്കുന്ന ഇവർക്ക് ടഫ്. ചോദിക്ക്. ഇത്രയേ ഉള്ളൂ ഗെയിം. വചനം എന്ന വാക്ക് വരുന്ന നമ്മുടെ സുവിശേഷത്തിലെ നമ്മുടെ ബൈബിളിലെ വാക്യങ്ങൾ നിങ്ങൾ പറയണം. ഏറ്റവും കൂടുതൽ വാക്യങ്ങൾ പറയുന്ന ആളായിരിക്കും അടുത്തതായി നമ്മുടെ പ്രേക്ഷിത വാഹിനിയിൽ കയറാൻ പോകുന്നത്. ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? ഒരാള് പറഞ്ഞത് മറ്റാള് പറയരുത്. നിങ്ങൾക്ക് വളരെ കുറച്ച് സെക്കൻഡ്സേ സമയം തരുള്ളൂ. എത്ര സെക്കൻഡ്സ് കൊടുക്കണം? നമുക്കൊരു 10 സെക്കൻഡ് കൊടുക്കാം. 10 സെക്കൻഡ് തരാം. നിങ്ങൾ ഓഡിയൻസ് ശ്രദ്ധിച്ചോ, വചനം എന്നുള്ള വാക്ക് അവർ പറയുന്ന ബൈബിൾ വാക്യത്തിൽ ഉണ്ടോ ഇല്ലയോ? ഓക്കെ, റെഡി അല്ലേ? നമുക്ക് ഡെലിവറിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണോ അതോ ലിസയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണോ? എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? ആർക്കാ തുടങ്ങണ്ടേ ആദ്യം? 2 പേർക്കും തുടങ്ങണം തോന്നുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, ലിസയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിങ്കലായിരുന്നു. യോഹന്നാൻ 1:1. സ്റ്റോപ്പ്. ഡെൽവിൻ കേട്ടാലോ? വചനം അറിയാവുന്നതുപോലെ പറഞ്ഞോളൂ. സോ ടൈം സ്റ്റാർട്ട്സ് നൗ. എൻ്റെ വചനം സത്യവും ജീവനുമാണ്. ഒരെണ്ണം അറിയുള്ളൂ, ബാക്കി അറിയാവുന്നത് ലിസ പറഞ്ഞു. സമയം കഴിയുന്നതിന് മുന്നേ അവൻ നിർത്തി മൈക്ക് മാറ്റി. അത്ര അറിയുള്ളായിരുന്നോ? വചനം വെച്ച് എന്തോരം വചനം ഉണ്ടായിരുന്നു. കൊച്ചിനെ അറിയായിരുന്നു, പക്ഷെ അറിയാവുന്നതെല്ലാം ലിസ പറഞ്ഞു. അതാണ് പറ്റിപ്പോയത്. സാരില്ല. അങ്ങനെയാണെങ്കിൽ അടുത്തതായിട്ട് നമ്മുടെ പ്രേക്ഷിത വാഹിനിയിൽ കയറാൻ പോകുന്നത് ലിസയാണ്. 2 വാക്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്.
ഡെൽവിൻ, സീറ്റിലേക്ക് മടങ്ങാം. ലിസയാണ് ദേ പ്രേക്ഷിത വാഹനിൽ കയറാനായിട്ട് ഇവിടെ റെഡിയായി നിൽക്കുന്നത്. അങ്ങനെ വെറുതെ കയറ്റിയാൽ പറ്റുമോ? പറ്റില്ല. ലിസയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇവർക്കൊക്കെ അറിയണ്ടേ? അതിനു വേണ്ടിയിട്ട് അവര് വെയിറ്റ് ചെയ്യുന്നേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പ്രൊഫൈൽ ഒന്ന് കണ്ടാലോ? എൻ്റെ പേര് ലിസ മരിയ തോമസ്. നമുക്ക് എല്ലാവർക്കും ഈ പുഴകളും കോടമഞ്ഞും തണുത്ത കാറ്റൊക്കെ വലിയ ഇഷ്ടമാണല്ലേ. അങ്ങനെയുള്ളൊരു കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ നാടിൻ്റെ പേര് കണിച്ചാർ. ഇരിട്ടി മേഖലയ്ക്കും അതുപോലെ തന്നെ കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കായിട്ട് വരുന്നൊരു ചെറിയ ഗ്രാമമാണ് കണിച്ചാർ. അപ്പോൾ ഈ പുഴകളും വ്യൂ പോയിന്റും ഒക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞങ്ങളുടെ പ്രധാന പരിപാടി ഇവിടെയൊക്കെ കറങ്ങി നടക്കലാണ്. ചിലപ്പോൾ കസിൻസ് ഉണ്ടാവും കൂടെ, ചിലപ്പോൾ കൂട്ടുകാരുണ്ടാവും. അപ്പോൾ ഇത്രയും നല്ലൊരു ദേശത്ത് എനിക്ക് ജനിക്കാൻ സാധിച്ചതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയാൻ പോകുന്നത് ഞങ്ങളുടെ ഇടവക ദേവാലയമായ കണിച്ചാർ പള്ളിയിലാണ്. ഇതാണ് എൻ്റെ ഇടവക പള്ളി, സെൻറ് ജോർജ് ചർച്ച് കണിച്ചാർ. ഇത് വിശുദ്ധ ഗീവർഗീസ് പുണ്യാളുടെ നാമധേയത്തിലുള്ള പള്ളിയാണ്. പുണ്യാളം വഴി ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഏറ്റവും വലിയ അനുഗ്രഹമാണ് എൻ്റെ കുടുംബം. ഇത്രയും നല്ലൊരു സമ്മാനം തന്ന എൻ്റെ ദൈവത്തിന് ഞാൻ ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. ലിസയുടെ പ്രൊഫൈൽ നമ്മൾ കണ്ടു. പക്ഷെ ലിസയെ കുറിച്ച് ഇത്രയൊന്നും അറിഞ്ഞാൽ പോരാ. ലിസയ്ക്കും നമ്മളോട് കുറേ വിശേഷങ്ങൾ ഇനിയും പറയാനുണ്ടാകും. പക്ഷെ അതൊക്കെ നമ്മുടെ ഗെയിം തുടങ്ങിയിട്ട്. അങ്ങനെയാണ് പ്രേക്ഷിത വാഹനിലായിട്ട് കയറിക്കോളൂ. ലിസ, റൂൾസ് എല്ലാം അറിയാമല്ലോ? അറിയാം. പ്രത്യേകിച്ച് നമ്മിനി പറഞ്ഞു കൊടുക്കുകയൊന്നും വേണ്ട. അപ്പൊ നേരെ നമുക്ക് ചോദ്യം കണ്ടാലോ? ഓക്കെ. 4 റൗണ്ടാണ് ഉള്ളത്. ഇതിൽ ഏത് റൗണ്ടാണ് ലിസ ചൂസ് ചെയ്യുന്നത്? ജെറിക്കോ റൗണ്ട് ചൂസ് ചെയ്യും. വിഷ്വൽ റൗണ്ടായ ജെറിക്കോ റൗണ്ടാണ് ലിസ ഫസ്റ്റ് ഓപ്ഷനായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. ഒരു വീഡിയോ സ്ക്രീനിൽ പ്ലേ ചെയ്യും. വളരെ ശ്രദ്ധാപൂർവം ഇരിക്കുക. ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് കുറിച്ചെടുക്കാനായി അവിടെ ഒരു റൈറ്റിംഗ് പാഡും പെന്നും വെച്ചിട്ടുണ്ട്. വളരെ ശ്രദ്ധയോടെ വീഡിയോ വീക്ഷിക്കുക. അതിൽ നിന്നായിരിക്കും ലിസയ്ക്കുള്ള ചോദ്യം വരുന്നത്. റെഡിയല്ലേ? യെസ്. ജെറിക്കോ റൗണ്ടിലെ വീഡിയോ കണ്ടാലോ? ഓക്കെ. എൻ്റെ പേര് എബ്രാഹിം കോവയ്ക്കൽ, MST. ഇപ്പോൾ ഞാൻ മാണ്ഡ്യ രൂപതയിലെ ഒരു പള്ളിയിലാണ് വർക്ക് ചെയ്യുക. 1985 MSTക്കാർ തുടങ്ങിയ ഒരു സ്റ്റേഷനാണ് ശിക്കാരിപുര സഞ്ജീവന എന്നാണ് അറിയപ്പെടുന്നത്. അത് രൂപതയായപ്പോൾ 2010 മാണ്ഡ്യ രൂപതയായപ്പോൾ രൂപതയ്ക്ക് എഴുതിക്കൊട്ട ഒരു സ്റ്റേഷനിൽ പെട്ടതാണ് ഈ ശിക്കാരിപുര. ഇപ്പോൾ ഞാൻ മാണ്ഡ്യ രൂപതയിലെ ഒരു MST അച്ഛനായിട്ട് ഈ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ 1985 MST ഫാദർ ജോസഫ് കുളത്തിങ്കൽ അച്ഛനാണ് ഇവിടെ പ്രാരംഭമാകുന്നത്. അപ്പോൾ അച്ഛൻ ഇവിടെ വന്നപ്പോൾ ഇതിലെ പാസ് ചെയ്തപ്പോൾ ഇങ്ങനെ കുടിൽ കെട്ടി താമസിക്കുന്ന കുറേ ഭവനങ്ങൾ കണ്ടു. അപ്പോൾ ഭവനങ്ങൾ കണ്ടപ്പോൾ അച്ഛൻ അവരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ അവർ ഇന്നലെ ആഴ്ചയിൽ ഒരാഴ്ച ഇവിടെ താമസിക്കും, പിന്നീട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകും എന്ന് പറഞ്ഞപ്പോൾ അവരുടെ പിള്ളേരെ പറ്റി ചോദിച്ചപ്പോൾ പിള്ളേർക്ക് വിദ്യാഭ്യാസമൊന്നുമില്ല, ഞങ്ങളുടെ കൂടെ തന്നെ പിള്ളേരും പോകുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളുടെ പിള്ളേരെ നോക്കിക്കോളാം, നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം ആദ്യം അച്ഛനെ സ്വീകരിക്കാൻ അവർക്ക് സ്വല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും അച്ഛൻ 2 ദിവസം അവരോട് താമസിച്ചപ്പോൾ അച്ഛനുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുകയും അങ്ങനെ അച്ഛൻ അവരുടെ പിള്ളേരെ, ഇവർ നായാട്ടിന് പോകുമ്പോൾ അച്ഛൻ അവരുടെ പിള്ളേരെ നോക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തു. അങ്ങനെയാണ് അന്ന് മുതലാണ് ഇവിടെ ഒരു സ്റ്റേഷനായിട്ട് രൂപാന്തരപ്പെടാനുണ്ടായ കാരണം. വീഡിയോ കണ്ടോ? കണ്ടു. അച്ഛൻ പറഞ്ഞതിൽ കുറേ കാര്യങ്ങൾ ആവശ്യമുള്ളതുണ്ട്. അതെല്ലാം എഴുതിയെടുക്കാൻ സമയം കിട്ടിയോ? അത്യാവശ്യമൊക്കെ എഴുതിയെടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ചോദ്യം ഏതായിരിക്കും വരാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ. മാണ്ഡ്യ രൂപതയിലെ ശിക്കാരിപുര മിഷൻ എന്നാണ് സ്ഥാപിതമായത്? ആരാണ് സ്ഥാപിച്ചത്? 1985 മാർ കോവയ്ക്കൽ പിതാവാണെന്ന് തോന്നുന്നു. ആ പേര് കറക്റ്റ് കിട്ടിയില്ല. 1985 എന്ന വർഷത്തിലാണ് മാണ്ഡ്യ രൂപതയിലെ ശിക്കാരിപുര മിഷൻ സ്ഥാപിതമായത്. ആരാണ് സ്ഥാപിച്ചത്? ആ ചോദ്യത്തിന് ഉത്തരം കൂടി വ്യക്തമായി പറഞ്ഞ് നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാം. ആരാണ് സ്ഥാപിച്ചത്? മാർ ജോസഫ് കോവയ്ക്കൽ ആണെന്ന് തോന്നുന്നു. ആ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല. കോവയ്ക്കൽ എന്ന് കേട്ടു. ആൻസർ ചെക്ക് ചെയ്യാം.
1985 MST സെയിൻറ്റ് തോമസ് മിഷണറി സൊസൈറ്റിയാണ്. ഉത്തരം ശരിയാണ്. നമുക്ക് അതുകൊണ്ട് സമ്മാനം കൊടുക്കാൻ പറ്റും. നല്ലൊരു കയ്യടി കൊടുത്തേ. ഈ റൗണ്ടിൽ ഒരു ചോദ്യമാണ് ഉണ്ടായിരുന്നത്. ആ ചോദ്യം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ആ സമ്മാനം കൊടുക്കാം നമുക്ക്. എന്തായാലും ആദ്യത്തെ റൗണ്ടിൽ സമ്മാനം കൊണ്ടുപോയി. ആ ഒരു സന്തോഷത്തിൽ എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ്, ഡാൻസോ പാട്ടോ എന്തെങ്കിലും എൻ്റർടൈൻ ചെയ്യിക്കാനായിട്ട് നമുക്കൊരു ഡാൻസ് കാണാം. അത് വെറും ഡാൻസ് അല്ല, ഒരു ട്രൈബൽ ഡാൻസുമായിട്ടാണ് വന്നിട്ടുള്ളത്. ആരാണെന്നറിയോ? രാജമുടി ഇൻഫന്റ് ജീസസ് ചർച്ചിലെ അമ്മമാരാണ് വന്നിട്ടുള്ളത്. വളരെ സ്നേഹത്തോടെ നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. നല്ലൊരു കൈയടി. രാശാതിരാശൻ നിന്ന് ഹൃത്തിൽ വന്ന നേരം എന്നുള്ള ആനന്ദത്തിൻ പുണ്യപുഷ്പം ചൂടി എൻ കർത്താവാം ദേവരെ നൊന്തു പറ്റോരമ്മേ കണ്ടു ഈ കാൽവരി മലമേലെ നിന്നെ നെഞ്ചു പൊട്ടിക്കരയുന്ന തായേ എങ്ങി എങ്ങി കരയുന്ന യേശു തായേ നെഞ്ചു പൊട്ടിക്കരയുന്ന തായേ എങ്ങി എങ്ങി കരയുന്ന യേശുതായേ എന്റെ നിൻ കരങ്ങളിൽ തന്ന നേരം നെഞ്ചകത്തു ചേർത്തു വെച്ചൊരമ്മ നീയേ എന്റെ നിൻ കരങ്ങളിൽ തന്ന നേരം നെഞ്ചകത്തു ചേർത്തു വെച്ചൊരമ്മ നീയേ രാശാതിരാശൻ നിന്ന് ഹൃത്തിൽ വന്ന നേരം എന്നുള്ള ആനന്ദത്തിൻ പുണ്യപുഷ്പം ചൂടി ചിമ്മി ചിമ്മി ഞാൻ നോക്കി മെല്ലെ കാട്ടുതേനൊഴുകും നിന്റെ കാരുണ്യത്തിൻ രൂപം ഉള്ളിലൂറിയൂറിയൂറി വന്ന മാതൃസ്നേഹം അടപൊട്ടിയെന്നും എന്നെ തഴുകുകയല്ലേ നെഞ്ചു പൊട്ടിക്കരയുന്ന തായേ എങ്ങി എങ്ങി കരയുന്ന യേശു തായേ നെഞ്ചു പൊട്ടിക്കരയുന്ന തായേ എങ്ങി എങ്ങി കരയുന്ന യേശു തായേ എന്നെ നിൻ കരങ്ങളിൽ തന്ന നേരം നെഞ്ചകത്തു ചേർത്തു വെച്ചൊരമ്മ നീയേ എന്നെ നിൻ കരങ്ങളിൽ തന്ന നേരം നെഞ്ചകത്തു ചേർത്തു വെച്ചൊരമ്മ നീയേ രാശാതിരാശൻ നിന്ന് ഹൃത്തിൽ വന്ന നേരം എന്നുള്ള ആനന്ദത്തിൻ പുണ്യപുഷ്പം ചൂടി ലിസ, ഇനി നമുക്ക് 3 റൗണ്ടാണ് അവശേഷിക്കുന്നത്. അടുത്തതായിട്ട് ഏത് റൗണ്ടാണ് ഓപ്റ്റ് ചെയ്യുന്നത്? ആജൻഡസ്. തോമസ് ലിഹായെയും മിഷനെയും കുറിച്ചുള്ള റൗണ്ടാണ് അഡ്ജൻഡസ് റൗണ്ട്. ഈ റൗണ്ടിൽ 2 ഓപ്ഷൻസ് ഉണ്ടാകും. സെന്റ് തോമസ്, മിഷൻ. സെന്റ് തോമസ് എന്നുള്ള ഓപ്ഷനാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. രണ്ടാമത്തെ ചോദ്യം മിഷനെ കുറിച്ചുള്ളത് ഡയറക്റ്റ് ചോദ്യമായിരിക്കും. അഥവാ മിഷൻ ആണ് ആദ്യം ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന സെന്റ് തോമസിനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ചോദ്യമായിരിക്കും. ക്ലിയർ അല്ലേ? അതെ. അപ്പോൾ സെന്റ് തോമസ്, മിഷൻ എന്നിങ്ങനെ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഈ 2 ഓപ്ഷൻസിൽ ഏതാണ് ഓപ്റ്റ് ചെയ്യുന്നത്? സെന്റ് തോമസ്. സെന്റ് തോമസ് ആണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ചോദ്യം നോക്കാം. മാലിയങ്കരയിൽ കപ്പലിറങ്ങിയ തോമസ് ലിഹ അവിടെ നിന്നും ആദ്യം യാത്ര ചെയ്തത് എവിടേക്കാണ്? 4 ഓപ്ഷനാണ് ഉള്ളത്.
പാലയൂർ, മൈലാപ്പൂർ, നിരണം, തിരുവിതാംകൂട്. എനിക്ക് ഡൗട്ടുണ്ട്. ശരിക്കും ആലോചിച്ച് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് 4 മൈലാപ്പൂർ. മൈലാപ്പൂർ ഉറപ്പിക്കുവാണോ? അതെ. മൈലാപ്പൂർ ഉറപ്പിക്കാം. നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാം. കൺഗ്രാജുലേഷൻസ്, ഉത്തരം ശരിയാണ്. സംശയമൊക്കെ പറഞ്ഞു, പക്ഷേ ആൾ കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ. അടുത്ത ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സുവിശേഷ പ്രഘോഷണ കാര്യങ്ങളുടെ കാര്യാലയം സ്ഥാപിച്ച മാർപ്പാപ്പ ആരാണ്? നമുക്ക് ഓപ്ഷൻസ് ഇല്ല, ഒത്തിരി ആലോചിച്ച് പറയേണ്ട ആൻസർ ആണ്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമുക്ക് ഓഡിയൻസിന്റെ സഹായം വേണോ? വേണം തോന്നുന്നു. അറിയാവുന്നവർ വേഗം വന്നെങ്കിൽ ലിസയ്ക്ക് ഒരു സമ്മാനം കിട്ടും. ഒരു കുട്ടി എണീക്കുന്നുണ്ട്. നല്ലൊരു കൈയടി കൊടുത്തേ. നമ്മുടെ കൊച്ചു മിടുക്കി ഉത്തരം പറഞ്ഞ് സഹായിക്കാനായിട്ട് വരികയാണ്. ഗ്രിഗറി 15 ഗ്രിഗറി 15 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഉത്തരം ലിസ ചൂസ് ചെയ്യുന്നുണ്ടോ? ഞാൻ ചൂസ് ചെയ്യുന്നു. അതെ, കറക്റ്റ് ആയിരിക്കും. സുവിശേഷ പ്രഘോഷണ കാര്യങ്ങളുടെ കാര്യാലയം സ്ഥാപിച്ച മാർപ്പാപ്പ ഗ്രിഗറി 15 ആണെന്നാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അത് തന്നെയാണ് ലിസയും പറയുന്നത്. നമുക്ക് ആൻസർ ചെക്ക് ചെയ്താലോ? ഓക്കെ. ആൻസർ ചെക്ക് ചെയ്യാം. പോപ്പ് ഗ്രിഗറി 15 ഉത്തരം ശരിയാണ്. നമ്മുടെ ജിസ് മരിയ വന്ന് ലിസയെ സഹായിച്ചത് ഉത്തരം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ പറ, ആർക്ക് സമ്മാനം കൊടുക്കണം? രണ്ടുപേർക്കും അവിടെ ചേട്ടൻ പറഞ്ഞു. അപ്പൊ ഒരു കാര്യം ചെയ്യും, ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 2 പേർക്കും ആ സമ്മാനം കൊടുക്കാം. അവർ പരസ്പരം കൊടുത്തോട്ടില്ലേ? അവർ പരസ്പരം സഹായിച്ചതല്ലേ? അങ്ങനെയാണെങ്കിൽ താഴേക്ക് പോരെ, നമുക്ക് സമ്മാനം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാം. അങ്ങനെ നമ്മുടെ ഓഡിയൻസിൽ നിന്ന് ജിസ്മരിയ വന്നിട്ട് ഉത്തരവും പറഞ്ഞു കൊടുത്ത് സമ്മാനവും മേടിച്ചിട്ടുണ്ടോ? ഇപ്പൊ നിങ്ങൾക്കൊരു സന്തോഷം തോന്നിയില്ലേ? അവർക്കൊക്കെ തോന്നി കേട്ടോ. അവരുടെ മുഖം കണ്ടിട്ട് എനിക്കും ഒരു സന്തോഷം തോന്നുന്നു. നിങ്ങൾക്കും ഇതുപോലൊരു സമ്മാനം വേണം തോന്നുന്നില്ലേ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് സമ്മാനം എടുക്കാം. ചോദിച്ചോട്ടെ. ചോദ്യം ഇതാണ്: മടപ്പുരച്ചാൽ പ്രദേശത്തുള്ള ജനങ്ങളുടെ സൗകര്യാർത്ഥം 1987 സ്ഥാപിച്ച കുരിശുപള്ളി ഏത്? ആരാ ഉത്തരം പറയാൻ വരുന്നേ? വേഗം കൈപ്പൊക്കി. വീണ്ടും നമ്മുടെ ചേട്ടനാണ് ആൻസർ പറയാൻ വരുന്നത്. ആൻസർ ഇരിക്കണ്ട, ആൻസർ അറിയാമെങ്കിൽ പോരെ. നല്ലൊരു കൈയടി കൊടുത്തേ. വേളാങ്കണ്ണി മാതാ തീർത്ഥാടന ദേവാലയം മടപ്പുരച്ചാൽ ആണോ? വേളാങ്കണ്ണി മാതാ കുരിശുപള്ളിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസർ കറക്റ്റ് ആണ്. വേളാങ്കണ്ണി മാതാവിന്റെ കുരിശുപള്ളി. അപ്പൊ വീണ്ടും നമ്മുടെ ചേട്ടൻ തന്നെയാണ് ആ സമ്മാനം അടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. ആ സമ്മാനം കൊടുക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? നമുക്ക് പോകാം. ഏത് റൗണ്ടാണ് ലിസ ചൂസ് ചെയ്യുന്നത്? ജെറുസലേം. സഭാ ചരിത്രത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങളുള്ള ജെറുസലേം റൗണ്ടാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും ഡയറക്റ്റ് ക്വസ്റ്റ്യനുമാണ് ഈ റൗണ്ടിൽ വരുന്നത്. ഓക്കെ, നമുക്ക് ചോദ്യം കണ്ടാലോ? കേരളത്തിൽ പ്രാചീന കാലത്ത് ഉണ്ടായിരുന്ന ക്രൈസ്തവ രാജവംശം ഏത്? 4 ഓപ്ഷൻസ് ആണുള്ളത്. വില്ലാർവട്ടം, പകലോമറ്റം, ചേര രാജാക്കന്മാർ, ചോള രാജാക്കന്മാർ. വില്ലാർവട്ടം ഉറപ്പിച്ചു? ഒട്ടും സംശയമില്ല? ഇല്ല. എന്നപ്പോൾ നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാം അല്ലേ? ഓക്കെ. കൺഗ്രാജുലേഷൻസ്, ഉത്തരം ശരിയാണ്. താങ്ക് യു. പക്ഷെ കഴിഞ്ഞില്ല. ഈ റൗണ്ടിന് സമ്മാനം മേടിക്കണമെങ്കിൽ അടുത്തൊരു ഡയറക്റ്റ് ചോദ്യം കൂടിയുണ്ട്. ആ ചോദ്യത്തിനും കൂടി ഉത്തരം പറയണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്: ദേവാലയങ്ങളിൽ പേർഷ്യൻ കുരിശ് സ്ഥാപിക്കാൻ തുടങ്ങിയത് എന്ന് മുതലാണ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ചെറിയൊരു ഡൗട്ടുണ്ട്. കുഴപ്പമില്ല, ഡൗട്ടാണെങ്കിലും നേരത്തെ ഉത്തരം ശരിയായി വന്നാ പറഞ്ഞു നോക്കിക്കേ. AD 45 മുതൽ ആയിരിക്കും. ഉറപ്പില്ല. ആ കാലഘട്ടം
ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, ഏത് വ്യക്തികളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാലും മതി. പോർട്ടുഗീസ് വൈദികരുടെ ആഗമനത്തിൻ്റെ ആ ഒരു സമയത്താന്ന് തോന്നുന്നു. ആണോ? ഉറപ്പാണോ? അതെ, ആയിരിക്കും. പോർച്ചുഗീസ് വൈദികരുടെ ആഗമനത്തിന് ശേഷം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസർ ചെക്ക് ചെയ്താലോ? ചെക്ക് ചെയ്യാം. പേർഷ്യൻ മെത്രാന്മാരായ മാർ സാബോർ, മാർ പ്രോത്ത് എന്നിവരുടെ വരവിന് ശേഷമാണ്. ഉത്തരം ശരിയായോ തെറ്റായോ? തെറ്റായിപ്പോയി, സാരമില്ല. ഈ റൗണ്ടിൽ 2 ചോദ്യങ്ങളിൽ 1 ചോദ്യം കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു, മിടുക്കിയായി. പക്ഷേ ആർക്കും ചെറിയൊരു തെറ്റൊക്കെ പറ്റാം. ലിസയ്ക്ക് സങ്കടമില്ലല്ലോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഒട്ടും വൈകിക്കാതെ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? ഓക്കെ. ബാക്കി നിൽക്കുന്നത് മാർഗം റൗണ്ടാണ്. ഈ റൗണ്ടിലെ വിശുദ്ധരെയാണ് പരിചയപ്പെടുത്തുന്നത്. 2 വിശുദ്ധരെ സ്ക്രീനിൽ കാണിക്കും. നമുക്ക് നോക്കാം ഏതൊക്കെ വിശുദ്ധരാണെന്ന്. വിശുദ്ധ മദർ തെരേസ, വിശുദ്ധ ലാസർ ദേവസഹായം. ആരെയാണ് ഇഷ്ടം? വിശുദ്ധ ലാസർ ദേവസഹായം. നമുക്ക് നോക്കാം വിശുദ്ധ ലാസർ ദേവസഹായത്തെ കുറിച്ചുള്ള ചോദ്യം ഏതെന്ന് നോക്കാം. ഓക്കെ. ദേവസഹായത്തെ പറ്റി കവിതകൾ എഴുതിയ സഹപാഠി ആര്? തൊമ്മച്ചൻ തിരുമുത്ത് ആണെന്ന് തോന്നുന്നു. ആണെന്ന് തോന്നുന്നു. ഇങ്ങനത്തെ സഹപാഠികൾ ലിസയ്ക്കുണ്ടോ? ഉണ്ടെന്ന് നമുക്കെന്നത് ആദ്യം ആൻസർ ചെക്ക് ചെയ്തതിന് ശേഷം ചോദിക്കാം അല്ലേ? തൊമ്മച്ചൻ തിരുമുത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉത്തരം ശരിയാണ്. എന്നിട്ട് പറഞ്ഞു ആരാ സഹപാഠി? ഈ കവിതകളൊക്കെ ഇങ്ങനെ എഴുതുന്ന സഹപാഠി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ലിസ എഴുതോ? ഞാൻ എഴുതും. ലിസ എഴുതും. ഓ, ലിസയാണോ സഹപാഠികളെ കുറിച്ച് എഴുതുന്നത്? വല്ലപ്പോഴും. അങ്ങനെയാണെങ്കിൽ 4 റൗണ്ട് കഴിഞ്ഞു. ഇതിന്റെ സമ്മാനം വേണ്ടേ? വേണം. ഞാൻ വിചാരിച്ചു ഇനി ആ വഴിക്ക് മറന്നുപോയി നമുക്ക് കൊണ്ടുപോകാന്ന്. അങ്ങനെയാണ് ഞാൻ ഓർത്തിരിക്കുന്നുണ്ട്. നമുക്ക് ആ സമ്മാനം കൊടുക്കാലോ? കൊടുക്കാം. വന്ന് നമ്മുടെ ഓഡിയൻസിന്റെ എനർജി ലെവൽ വല്ലാണ്ട് അങ്ങ് കുറഞ്ഞു പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവർക്ക് പോഷണം കിട്ടാത്തതുകൊണ്ടായിരിക്കും അല്ലേ? നിങ്ങൾക്കുള്ള സമ്മാനം കണ്ടില്ലേ പ്രേക്ഷിതവാഹിനിയില്? കണ്ടില്ലേ? ഇത് നിങ്ങൾക്കും കൂടി ഉള്ളത്, അല്ലാതെ പ്രേക്ഷിതവാഹിനിയിൽ കയറി നിൽക്കുന്ന പാർട്ടിസിപ്പൻസിന് മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ ചോദിച്ചോട്ടെ, നിങ്ങൾ ഓഡിയൻസിനായിട്ടുള്ള അടുത്ത ചോദ്യമാണ്. ചോദ്യം ഇതാണ്: തലശ്ശേരി അതിരൂപതയുടെ നിലവിലെ മെത്രാൻ ആര്? എത്രാമത്തെ മെത്രാനാണ്? ഇതിൽ ഒത്തിരി പേര് കൈപൊക്കേണ്ടതാണ്. തലശ്ശേരി അതിരൂപതയുടെ നിലവിലെ മെത്രാൻ ആര്? എത്രാമത്തെ മെത്രാനാണ്? സിസ്റ്റർ കൈപൊക്കി. സിസ്റ്ററെ വേഗം വാ, നല്ലൊരു കൈ കൊടുത്തേ സിസ്റ്ററിന് വേണ്ടിയിട്ട്. മാർ ജോസഫ് പാംബ്ലാനി, 4ാമത്തെ മെത്രാൻ. സിസ്റ്ററിന്റെ മോഹൻ ടെൻഷൻ ഉണ്ടോ? ഇല്ല, ടെൻഷനൊന്നുമില്ല. സിസ്റ്റർ ഇങ്ങനെയാണ്, ചിരിക്കുവാണ്. ആ ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്ററിന് കുറച്ചും കൂടി സന്തോഷവും അല്ലേ സിസ്റ്ററെ? ആൻസർ കറക്റ്റ് ആണ്. ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി 4ാമത്തെ. അങ്ങനെ 6 ചോദ്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി 7ാമത്തെ ചോദ്യം. അതിരൂപതയെയോ ഇടവകയെയോ സംബന്ധിച്ചിട്ടുള്ള 7ാമത്തെ ചോദ്യം ഏതാണെന്ന് നോക്കിയാലോ? കണിച്ചാർ സെന്റ് ജോർജ് പള്ളിയുടെ ആദ്യ സ്ഥിര വികാരി. റവറൻഡ് ഫാദർ സക്കറിയാസ് കട്ടക്കൽ. ചാടി ആൻസർ പറഞ്ഞു. കറക്റ്റ് ആണോ? കറക്റ്റാണ്. ടെൻഷൻ ആവണ്ട, നമുക്ക് ആൻസർ നോക്കാം. ആൻസർ കറക്റ്റ് ആണ്. ഫാദർ സക്കറിയാസ് കട്ടക്കൽ. ആൻസർ കറക്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ലിസ തലയൊക്കെ എനിക്കറിയായിരുന്നു. അപ്പോൾ ശരിയായേ വരൂ എന്നുള്ള കാര്യം എനിക്ക് അറിയായിരുന്നു. ആ സമ്മാനം ഇങ്ങ് തന്നേ എന്നാ പറയുന്നത് അല്ലേ ലിസ? അതെ. അങ്ങനെയാണെങ്കിൽ 7 ചോദ്യവും കഴിഞ്ഞു. ഒരു ഉത്തരം തെറ്റിയത് കാരണം മെമൻറ്റോ ഇല്ല. പക്ഷേ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും ഗിഫ്റ്റ് ബാഗും ആ നേടിയിരിക്കുന്ന സമ്മാനങ്ങളുമായിട്ട് പോകാം. താഴേക്ക് ഇറങ്ങിക്കോളൂ. ലിസയുടെ ഈ സമ്മാനങ്ങളൊക്കെ ഒന്ന് പിടിച്ച് സഹായിക്കാനും ഈ സന്തോഷത്തിൽ പങ്കുചേരുവാനുമായിട്ട് ലിസയുടെ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ളവരും കൂടെ പ്രേക്ഷിത വാഹിനിയുടെ അടുത്തേക്ക് വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ലിസ സമ്മാനങ്ങളുമായിട്ട് നമ്മുടെ പ്രേക്ഷിത വാഹനത്തിൽ പോയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒരു പാർട്ടിസിപ്പന്റ് കൂടി ബാക്കിയില്ലേ? നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പന്റിനെ ബാക്കി നിർത്തിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യണം.
ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ജീവിതത്തിൽ നാം എന്തും ആയിരുന്നു കൊള്ളട്ടെ, എന്നാൽ ഈശോയോട് കൂടി ആകുവാൻ, അവനോട് കൂടി ചേരുവാൻ തീരുമാനിക്കുന്ന ആ നിമിഷം മുതലേ നാം വീണ്ടും ജനിക്കുകയാണ്. ആ നിമിഷം നീ ഒരു പുതിയ മനുഷ്യനായി മാറുകയാണ്. ആ തിരിച്ചറിവിന് വേണ്ടി നമുക്ക് അവിടുത്തോട് പ്രാർത്ഥിക്കാം. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷനറിയാകാൻ. സാന്റോ മിഷൻ ക്രിസ്റ്റേമെന്റ്. This is Sinu. This is Likita. Signing off. Thank you. പ്രേഷിതവാഹിനി വന്നിരാ പുതിയ ദൂതുമാ യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാൻ